ഗായ്സ് വെൽക്കം ബാക്ക്. നമ്മൾ വന്നിട്ടുള്ളത് ഊട്ടിയിലാണ്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. നല്ല തണുപ്പാണ്. എന്തല്ലേ ഫുള്ള് കോട. ഇല്ലോ നോക്കാം നോക്കാം കോട കോട കമ്മാടിയോ. പോണെ പിടിച്ചോ. വാവ്, കോട അങ്ങനെ കൂടി കൂടി വരും കേട്ടോ. എന്റെ മോനെ അവിടെ ഒന്നും അങ്ങനൊന്നും കാണണേ ഇല്ല. എന്റെ മോനെ ഒരു ലക്ഷ്യമില്ല. ആ വ്യൂ കാണിച്ചോ. ആ കുളം ഒന്ന് കാണിച്ചോ. അവിടെ ഉണ്ട് മറ്റേ ആ കുളല്ലടാ, ഇന്റെ ഉപ്പാന്റെ സ്ഥലാണ്. എനിക്കറിയാം. നല്ല വ്യൂ ഉള്ള ഏരിയ കേട്ടോ. പിന്നെ 2025 ലാസ്റ്റ് വ്ലോഗാണ് ഗായ്സ്. അപ്പോ 2026 വീഡിയോ എടുക്കൂലേ? 2026 വ്ലോഗ്സ് ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മുട്ടക്കുന്നിലോട്ടാണ് പോകാൻ പോകുന്നത് ഗായ്സ്. ഇനി നമ്മൾ മുട്ടക്കുന്നാണ്. ഇനി ഇവിടെ ലൊക്കേഷൻ വേറെ കുറെ കുറെ സ്ഥലങ്ങൾ കാണാമല്ലോ ഇവിടെ. പക്ഷെ നമുക്ക് സമയമില്ല. സമയം എത്രയായിരുന്നു? 5 മണിയായി. നമുക്ക് ജസ്റ്റ് ഒരു യാത്ര എന്നല്ലേ, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് യാത്ര എന്ന രീതിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ 5 മണിയായി. നമ്മളിനി ജസ്റ്റ് അവിടെ ഒന്ന് കവർ ചെയ്തിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോകട്ടോ. ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് എല്ലാരും. അല്ല ഇവിടെ മറ്റേ ഇതാണ്, മറ്റേ ഡാം പോലുള്ള എന്തോന്ന് സംഭവം. പക്ഷെ അവിടെ കയറി നല്ലൊരു ഫോട്ടോ എടുക്കണൊക്കെ ഉണ്ട്. ഓക്കെ മുകൾക്കൊക്കെ എന്തല്ലേ പക്ഷെ ഇവിടെ എൻട്രി ടൈം കഴിഞ്ഞോ? ഇല്ല, എൻട്രി ടൈം കഴിഞ്ഞിട്ടൊന്നുമില്ല. ആൾക്കാരത് കേറണം. 5 മണി ഫോട്ടോ കാണിച്ചെടുത്തോ. കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് നമ്മൾ പകുതി പോലും അമ്മര് തണുപ്പായിരുന്നു. രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ എന്നാ വ്യൂ ആണ് അറിയോ. എന്തൊരു തണുപ്പാണ്. ഇവിടെ രാവിലെ വന്ന നല്ല സ്നോ ഒക്കെ കാണാം. പക്ഷെ എന്താ പറയാ, ഇത് ഫുള്ള് മഞ്ഞൊന്നുമില്ല. നമ്മള് ജസ്റ്റ് ഒരു വിസിറ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നതാണ്. ഭയങ്കര തണുപ്പാണ്. വണ്ടിയൊക്കെ പോകുമ്പോൾ അങ്ങനെ കാറ്റടിക്കുമ്പോ എന്താ തണുപ്പ് അറിയോ. ചേട്ടനോളി വണ്ടി ആ ഇവിടെ മഞ്ഞുണ്ടായിട്ടില്ലേ? ഇവിടെ സ്നോ ഉണ്ടായില്ലേ? പക്ഷെ രാവിലെ വരണം. ഇപ്പൊ തന്നെ നല്ല തണുപ്പാ. രക്ഷയില്ലേ വ്യൂ അറിയോ. നല്ല തണുപ്പ്. നമ്മള് പ്രതീക്ഷിക്കാണ്ട് തണുപ്പ്. ഊതിയാലൊന്നും അറിയാതാണ്. ഇവിടെ തന്നെ മറ്റേ സ്നോ എന്താണ്ട് അതെന്താ അവിടെ വെള്ളല്ലേ? ഇല്ല, വെള്ളം അത് മനസ്സിൽ വെള്ളാണ് അവിടെ അല്ലേ? വെള്ളാണ്, ലേക്കാണ്. മഞ്ഞ് വീണിട്ടാണ് എല്ലാവർക്കും ഇങ്ങനെ നിൽക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. എന്ത് ഭംഗിയല്ലേ. പക്ഷെ നല്ല തണുപ്പാണ്. ഇപ്പൊ തന്നെ ഭയങ്കര തണുപ്പാട്ടോ. ചായ കിട്ടിയാൽ സെറ്റാണ്. നമ്മളെ 1 ഡേ ട്രിപ്പൊക്കെ സെറ്റാണ്. ഒരു രക്ഷയില്ല. നമുക്ക് രാവിലെ അങ്ങനെ വന്നിട്ട് ഒരു ഈവനിങ് തിരിച്ചു പോകേണ്ട രീതിയിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മളിപ്പോൾ ഞാനൊരു 11 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഒരു 5 മണി 5:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. പക്ഷെ നമ്മളാ വീഡിയോയിൽ കാണുന്ന മാതിരിയുള്ള ആ സ്നോവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അതൊക്കെ രാവിലെ മോർണിംഗ് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. ജസ്റ്റ് താഴോട്ട് ഇറങ്ങി കേട്ടോ.
മെല്ലെ ഇറങ്ങിക്കാ, വീഴാൻ നിക്കണ്ട. ജസ്റ്റ് താഴോട്ട് ഇറങ്ങി നോക്കാം. നിക്ക് 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 നിക്ക്. തണുത്തിട്ട് മോളിവിടെ ആട്ടും കാട്ടൊക്കെ ഉണ്ട്. ആട്ടും കാട്ട എന്തൊക്കെയാ, എന്റെ ചാണകോ. താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് തണുത്തിട്ട് പൊന്നെ, രക്ഷയില്ലട്ടോ. ഇവിടെ ചാണകണ്ട്, ചാണകം ഉണ്ട് കേട്ടോ. സ്നോ എന്നല്ലത്, വൈഡ് ആംഗിൾ ഓടിക്കൂടെ. തിരിച്ചു വാ 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 പോവാ 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 പോവാ. തണുത്തിട്ട് നമ്മള് വണ്ടിയിൽ കയറി ഇരിക്കേണ്ട അവസ്ഥയാണ്. ഒരു രക്ഷയില്ല. ഞാൻ അവിടെ റൺ ചെയ്തപ്പോ ഭയങ്കര തണുപ്പ്. മൂക്ക് ഇങ്ങനെ എന്താ പറയാ, തണുപ്പ് കയറിയിട്ട് ഒരുമാതിരി. ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ റൺ ചെയ്താണ്. അപ്പൊ ഇങ്ങനെ മൂക്ക് ഇങ്ങനെ കയറിയിട്ട് നല്ല തണുപ്പുണ്ട്. അതൊക്കെ രാവിലെ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അവസ്ഥ ഞാൻ ആലോചിക്കണേ. തണുത്ത് വിറച്ചിട്ട് ഇവിടെ എല്ലാരും സെക്ടർ ഇട്ടാണ്ട് ഇലു അതേപോലെ ഷെറിന് അനിയനൊക്കെ സെക്ടർ ഇട്ട്. കാരണം ഭയങ്കര തണുപ്പ്. രാവിലെ ഓടി വന്ന് സ്വെറ്റർ ഇട്ട്. സംഭവം ഒരു രക്ഷയില്ല. നല്ലൊരു നമ്മൾ മലപ്പുറത്ത് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ടൈമിൽ വരുമ്പോ കറക്റ്റ് സമയം ആവണേ. പക്ഷെ എന്നാലും നമുക്ക് ഇതുവരെ രാവിലെ ഒക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. രാവിലൊക്കെ എന്താണ് അവസ്ഥ എനിക്കറിയില്ല. മേടിക്കാൻ പോകണം. ഇവിടെ നമ്മൾ ആ സൈഡാക്കിയത്, ഈ സൈഡിലാണ് സൈഡാക്കിയിട്ട് ആ കടയിൽ നിന്നാണ് മേടിച്ചത്. ഈ കടീന്നോ? ഉള്ളിലോട്ടൊരു കടന്നുള്ളൂ. അതല്ലേ ബെസ്റ്റ് ബേക്കറി. ഈ ബേക്കറി കടയിൽ നിന്നാണ് നമ്മള് ഈ കടന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട്. മറ്റേ ബേക്കറി, ആ ബേക്കറി കട MJR. ചോക്ലേറ്റ് ബോക്സ്, സന ചോക്ലേറ്റ് ബോക്സ്. പോരാട്ടോ. ഇവിടെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഊട്ടി വരയ്ക്കുള്ളത്. ചോക്ലേറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവരെ സ്പെഷ്യൽ ആയിട്ടാണ് ഊട്ടി വരയ്ക്ക് ഇട്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഊട്ടി വരയ്ക്ക് വെച്ചിരുന്നത്. അന്ന് നമ്മൾ അവിടെ പോയിട്ട് പാർക്ക് ചെയ്ത് നടന്നുള്ളത് ഭയങ്കര വരയ്ക്കാണ്. ഇത് വാങ്ങട്ടോ, ചോക്ലേറ്റാ. ഇതാ നല്ലതാ. ചോക്ലേറ്റ് എത്രയാണ് ഇതിന്? ഇവർക്കും ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. ഷോപ്പിന്റെ പേര് എവിടെ നടന്നു വിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഊട്ടി വർക്ക് എന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ ഷോപ്പ് നടത്തുന്ന ഇവിടെ നല്ല അടിപൊളി ഊട്ടി വർക്ക് കിട്ടുക കേട്ടോ. അപ്പൊ നമ്മൾ ഊട്ടി വർക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഊട്ടി ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോണേ. അപ്പൊ ബൈ.